മംഗലയാതിര 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 സുമംഗലികളുടെ പുണ്യദിനമാണ് ധനുമാസത്തിൽ തിരുവാതിര. ധനുമാസത്തിൽ ശുക്ലപക്ഷത്തിലെ വെളുത്തവാവും തിരുവാതിര നക്ഷത്രവും ഒത്തുവരുന്ന ദിവസം കേരളീയ വനിതകൾ തിരുവാതിര ആഘോഷിക്കുന്നു. നല്ല കുടുംബങ്ങളുണ്ടാവാൻ, അങ്ങനെ നല്ല സമൂഹമുണ്ടാവാൻ, നല്ല ദാമ്പത്യ ബന്ധങ്ങളുണ്ടാവണം. ദാമ്പത്യ ബന്ധത്തിൻ്റെ പാവനതയാണ് തിരുവാതിര ആഘോഷത്തിൻ്റെ കാതൽ. വ്രതാനുഷ്ഠാനവും പൂജയും കൈകൊട്ടിക്കളിയും എല്ലാം ഒത്തുചേർന്ന് സ്ത്രീകളുടെ ജീവിതത്തെ ധന്യമാക്കുന്ന മുഹൂർത്തങ്ങളാണ് മുഖ്യമായും തിരുവാതിര ആഘോഷത്തിൽ കണ്ടുവരുന്നത്. താൻ ദഹിപ്പിച്ച കാമദേവന് രതീദേവിയുടെ പതിഭക്തിയിൽ സന്തുഷ്ടനായി ജീവൻ നൽകുന്ന ശിവന്റെ കഥ. ദേഹത്യാഗം ചെയ്ത സതി പാർവതിയായി പുനർജനിച്ച് തപസ്സിലൂടെ ശ്രീ പരമേശ്വരനെ നേടുന്ന കഥ. ത്രേതായുഗത്തിലെങ്ങോ ജീവിച്ചിരുന്ന പാർവതീഭക്തയായ ഒരു ബ്രാഹ്മണ യുവതി പ്രാർത്ഥനയിലൂടെ വൈധവ്യത്തെ മറികടന്ന് ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു നേടിയ കഥ. അങ്ങനെ എന്തെല്ലാം ഐതിഹ്യങ്ങൾ! ആ കഥകളിലൂടെ, അങ്ങനെ പ്രചാരത്തിലെത്തിയ ആചാരങ്ങളിലൂടെ, തിരുവാതിര രാവുകളിലൂടെ ചുവടുവയ്ക്കുന്ന സുമംഗലികൾ ദാ ഇവിടെ ഗായത്രി ഒരുക്കുന്ന ഈ വേദിയിൽ ആഹ്ലാദം പങ്കുവയ്ക്കുന്നു. വരൂ, നമുക്കും പാടാം മംഗലയാതിര നൽപുരാണം. മംഗലയാതിര നൽപുരാണം. സുന്ദരിതമയന്തി കാന്തനെ കാണാതുഴന്നു കാട്ടിൽ നടക്കും. വരൂ വരൂ, എന്താ കഥ? ഇവിടെ എല്ലാരും കുഞ്ഞാത്തോലെ അന്വേഷിക്കുകയാണേ. എവിടെയായിരുന്നു? ഞങ്ങൾ അമ്പലത്തിൽ പോയി. അത് നന്നായി. ശിവനെ തൊഴില് വിശേഷാണേ. തിരുവാതിരക്ക് വട്ടം കൂട്ടണ്ടേ? കുട്ടിയുടെ പുത്തൻ തിരുവാതിരയല്ലേ ഇത്? എനിക്കൊന്നും അറിയില്ല ചെറിയമ്മേ. ഹൈ, സാരല്ല, ഞാൻ പറഞ്ഞു തരാട്ടോ. എല്ലാരുടെയും കൂടെ കൂടാലോ, 2 ചുവട് വെക്കാലോ. എന്താ ചെറിയമ്മേ ഈ തിരുവാതിര ആഘോഷത്തിന്റെ പിന്നിലെ ഐതിഹ്യം? അതോ പറയാം. പറഞ്ഞു കേട്ട കഥയാണേ. ത്രേതായുഗത്തിൽ എന്നോ ഒരു ബ്രാഹ്മണ കന്യക ചെറുപ്പം മുതലേ അഷ്ടമി നോയമ്പും ആതിര നോയമ്പും നോറ്റ് പാർവതീദേവിയെ ധ്യാനിച്ചു കഴിഞ്ഞിരുന്ന ഒരു കന്യക. അവൾക്ക് യഥാകാലം ഉത്തമനായ ഒരു വൈദികനെ ഭർത്താവായി ലഭിച്ചെങ്കിലും വിവാഹ നാളിൽ തന്നെ വിധവയായി. പാവം ആ കന്യക മനം നൊന്ത് പാർവതീദേവിയോട് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട് പാർവതീദേവിയെ തന്നെ ഭജിച്ചു? നല്ല ചോദ്യം. ദക്ഷന്റെ മകളായിരുന്ന സതി യാഗശാലയിൽ ദേഹത്യാഗം ചെയ്ത ശേഷം ഹിമവാന്റെ മകളായി പിറന്നതാണല്ലോ ശ്രീ പാർവതി. ശിവനെ തന്നെ ഈ ജന്മത്തിലും ഭർത്താവായി ലഭിക്കാൻ ആഗ്രഹിച്ച് കന്യകയായ പാർവതി കഠിന തപസ്സനുഷ്ഠിച്ചു. കഥ പറഞ്ഞിരുന്ന നേരം വൈകുട്ടോ. വരൂ, വടുപ്പിനിയിലേക്ക് പോവാം. അവിടെ ഒരു കൂട്ടം ഒരുക്കാണ്ടേ. എന്നിട്ടോ ചെറിയമ്മേ? എന്നിട്ടോ പറയാം കുട്ടി.
नित्याय शुद्धाय दिगंबराय तस्मै नकाराय नमः शिवाय तस्मै नकाराय नमः शिवाय ഹേ സുന്ദരി, ഭവതി ആരാണ്? എന്തിനിങ്ങനെ ദേഹപീഡ ചെയ്യുന്നു? പ്രണാമം ഭൂസുര ശ്രേഷ്ഠ. അങ്ങെന്തോ ചോദിച്ചുവല്ലോ. മറ്റൊന്നുമല്ല, ഭവതിയുടെ ഈ കഠിന വ്രതനിഷ്ഠയുടെ പൊരുളറിയാൻ ഈ ഉള്ളവന് ആഗ്രഹമുണ്ടേ. സർവേശ്വരനായ ഭഗവാൻ ശ്രീ പരമേശ്വരനെ പ്രസാദിപ്പിക്കാനാണ് ഞാൻ തപസ് ചെയ്യുന്നത്. നല്ലതു തന്നെ. പക്ഷെ ഈ ഇളം പ്രായത്തിൽ ഭവതി ഒരു രാജകന്യകയാണെന്ന് ഞാൻ കരുതുന്നു, ഇല്ലേ? അങ്ങയുടെ ഊഹം ശരിയാണ്. ഞാൻ ഹിമവാന്റെ പുത്രി പാർവതി. എന്റെ ആഗ്രഹം ശ്രീ പരമേശ്വരൻ അത്ര വേഗമൊന്നും സാധിച്ചു തരില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പിന്മാറില്ല. എന്താണാവോ ആഗ്രഹം? ഭഗവാൻ എന്നെ വരിക്കണം. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കഷ്ടം, മഹാകഷ്ടം. എന്താണ് എന്റെ മുന്നിൽ തെളിയുന്നത്? താലിമാലക്കൊപ്പം സർപ്പങ്ങളോ? ആനപ്പുറത്ത് എഴുന്നള്ളേണ്ടവൾ കാളപ്പുറത്തേറുന്നോ? ചുടലഭസ്മം നെഞ്ചിലണിയാൻ കൊതിക്കുന്ന രാജകുമാരിയോ? ഹേ സുന്ദരി, എന്ത് യോഗ്യതയാണ് ഭവതി ശിവനിൽ കാണുന്നത്? അദ്ദേഹത്തിന്റെ പ്രായം പോലും ആർക്കും അറിയില്ല. ശരിയാണെന്ന് പറഞ്ഞത്. സ്വയംഭൂവായ ഭഗവാന്റെ പ്രായം ആർക്കറിവുള്ളൂ? എല്ലാറ്റിനെയും പരിഭൂതമാക്കുന്ന ആ സ്പർശം ആരാണ് കൊതിക്കാത്തത്? ത്രിലോകാധീശനായ അവിടുത്തെ വാഹനം എന്തായാൽ എന്ത്? മന്ദബുദ്ധികൾ മഹത്തുക്കളെ നിന്ദിക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങയുടെ വാക്കുകൾ ഇനി എനിക്ക് കേൾക്കണ്ട. ഭൂസുരവരരെ, എനിക്ക് ഒന്നും കേൾക്കണ്ട. എങ്കിലും ദേവി, 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 ഞാൻ പറയട്ടെ. ദയവായി അങ്ങ് പോയാലും. ഭവതി, ദേവി പാർവതി, നീ നിന്റെ ഭക്തിയിലൂടെ എന്നെ ദാസനാക്കിയിരിക്കുന്നു. വരൂ, അടുത്തു വരൂ. ഹേ പ്രാണനാഥ, ഹേ പരമേശ്വര, ഈ എളിയ ഭക്തിയുടെ പ്രണാമം സ്വീകരിച്ചാൽ.
എന്തേ എന്തേ ഭഗതിയുടെ മുഖം മ്ലാനമായത്? പറയൂ. നോക്കൂ, ഭർത്താവിന്റെ ജലത്തിനരികിൽ ഇരുന്ന് തേങ്ങുന്ന ആ ബ്രാഹ്മണ യുവതിയെ അങ്ങ് കാണുന്നില്ലേ? അവൾ എന്റെ ഭക്തയാണ്. അവളുടെ ദുഃഖം എന്റെയും ദുഃഖമാണ്. അന്ധകാന്തകനായ അവിടുത്തേക്ക് എന്താണ് അസാധ്യമായുള്ളത്? ദയവായി അവളുടെ ദുഃഖം അകറ്റൂ നാഥ. ജാതസ്യ ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതസ്യ ച തസ്മാത് അപരിഹാര്യാർത്ഥേ ന ത്വം ശോചിതും ദുർഹസി. വിധിവിഹിതമലംഘ്യമാണ്. ഞാൻ പോലും അതിനധീനനാണ്. മാർക്കണ്ഡേയനെ ചിരഞ്ജീവിയാക്കിയ ആൾ തന്നെയോ ഇത് പറയുന്നത്? രതിദേവിയുടെ കണ്ണീർ കണ്ട് കാമദേവനെ പുനരുജ്ജീവിപ്പിച്ചതും അങ്ങ് തന്നെ അല്ലേ? എന്തേ മിണ്ടാത്തത്? എങ്കിൽ എന്റെ ഭക്തയ്ക്കില്ലാത്ത സുഖം ഞാനും വിടുകയാണ്. അരുത് പ്രിയേ, നിനക്കെന്നിലെന്ന പോലെ ആ ബ്രാഹ്മണ യുവതിക്ക് നിന്നിലും എത്രയേറെ ഭക്തിയുണ്ടെന്ന് ഞാൻ അറിയുന്നു. ഇതാ നോക്കിക്കോളൂ.